السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضوان الله ما بعد. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ അവർ സ്വർഗസ്ഥരാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഒന്ന് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന മദീന ഷരീഫ് എന്ന് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതും ചേർന്നതുമെല്ലാത്തിനും വല്ലാത്ത ഫضലുണ്ട്. അതുകൊണ്ടാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ബീവി അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുപ്പായത്തിലാണ് ജന്നത്തുൽ ബഖീഅയിൽ അവിടുത്തെ മറമാടിയത്. അതിനുശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, എൻ്റെ ശരീരം തട്ടിയ കുപ്പായം അവിടുന്ന് നരകം തൊടൂല എന്ന്. ഹബീബരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തൊട്ട കുപ്പായം നരകം തൊടില്ല എങ്കിൽ 10 മാസക്കാലത്തോളം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദരത്തിൽ ചുമന്ന അവിടുത്തെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് സ്വർഗം പോകില്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരനായ അവിടുത്തെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വർഗം പോകും എന്നുള്ളത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. എന്നാൽ ഇസ്ലാമിനെ ഏതൊരു കാലത്തും വക്രീകരിക്കുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാൻ കഴിയുമോ എന്ന് അവസരം നോക്കി നടക്കുന്ന ബിദ്അഈ കക്ഷികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു അവിടുന്ന് നരകത്തിലാണെന്ന് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വഹീഹുൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവരിതിന് തെളിവ് പിടിക്കുന്നത്. ഒരു മനുഷ്യൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട് തൻ്റെ മരണപ്പെട്ട പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ച്. അപ്പം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഫിന്നാർ, നരകത്തിലാണ് എന്ന്. പിന്നീട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, ഇന്ന അബി വ അബാക ഫിന്നാർ. ഈ ഒരു വാക്യത്തെ പരിപൂർണമായും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഈ ബിദ്അഈ കക്ഷികൾ ചെയ്തിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹുൽ മക്കിയ എന്ന പറയുന്ന കിതാബിലെ കൃത്യമായി ഈ ഹദീസിനെ എത്തരത്തിലാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇമാം അവർ പറയുന്നുണ്ട്, യതഅയ്യനു തഅ്വീലു, ഇവിടെ ഈ ഹദീസിനെ, ഈ വാക്യത്തെ ഇന്ന അബി എന്ന് പറയുന്നതിനെ തഅ്വീൽ ചെയ്യൽ അനിവാര്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, വളുഹറു തഅ്വീലു ലഹു ഇൻദി, ഏറ്റവും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ അടുക്കലുള്ള തഅ്വീൽ എന്ന് പറയുന്നത് അന്നഹു അറാദ ബി അബി അമ്മഹു അബാ ത്വാലിബ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ അബ് കൊണ്ട് ഉദ്ദേശിച്ചത് അവിടുത്തെ അമ്മായ അബൂ ത്വാലിബ് എന്നവരെയാണ്. കാരണം എന്തേ? അറബികൾക്കിടയിൽ അബ് എന്ന പദത്തിന് പിതൃവ്യൻ എന്ന അർത്ഥം വയ്ക്കൽ വളരെ സാധാരണമാണ്. അപ്പോൾ അബ് എന്ന പദത്തിന് പിതാവ് എന്ന അർത്ഥം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് പിതൃവ്യൻ എന്ന മറ്റൊരു അർത്ഥത്തിലേക്ക് നീങ്ങിയതിൻ്റെ കാരണം കൂടി ഇമാമറുകളോട് ചേർക്കുന്നുണ്ട്. വഖരീനത്തുൽ മജാസി ഫീഹി അൽ ആയത്തുൽ ആതിയതു ഷാഹിദതു ബിഖിലാഫി അലാ അസ്ഹി മഹാമിലിഹാ ഇൻദ അഹ്ലി സുന്ന. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖൗലിനെ, അബ് എന്ന ആ ഖൗലിനെ പിതാവ് എന്ന അർത്ഥം വെക്കുകയാണെങ്കിൽ അല്ലാഹു തആലയുടെ കലാമും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകും. അത്തരം വൈരുദ്ധ്യമുണ്ടാവുക എന്ന് പറയുന്നത് അത് അസംഭവ്യമാണ്.
എന്താണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അല്ലാഹു തആല അവന്റെ ദൂതനെ അയക്കാതെ ആരെയും അല്ലാഹു തആല ശിക്ഷിക്കില്ല എന്ന് അവന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ, അവരിലേക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സന്ദേശം എത്തിയിട്ടില്ല. ആ ഒരു കാലയളവിലല്ല അവർ ജീവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഈ അബ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചെടുത്ത് അവിടുത്തെ പിതൃവ്യൻ എന്നെ മാന വയ്ക്കാനും കഴിയൂ എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങളെ പോലെ ഒരുപാട് പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് എഴുതിയിട്ടുണ്ട്. സുയൂത്തി ഇമാമിന്റെ അൽ ഹാവി ലിൽ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ പ്രശസ്തമാണ് ഈ വിഷയത്തിൽ. അവിടെ നിന്ന് പറയുന്നുണ്ട്, വമിമ്മാ യദുല്ലു അലാ അന്ന ആബാഅ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാനൂ മുശ്രികീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യ പരമ്പരയിൽ നിന്നുള്ള ആരും ബഹുദൈവാരാധകരായിരുന്നില്ല എന്ന്. അതിനെന്തേ കാരണം? അവിടെ നിന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗല് തന്നെയാണ്. വലം അസൽ ഉൻഖലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. സംശുദ്ധമായ വഴികളിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പിറവി എടുപ്പിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര മുഴുവൻ അള്ളാഹു തആല സംശുദ്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അവിടെ നിന്ന് പറയാണ്, വഖാല അല്ലാഹു തആല ഇന്നമൽ മുശ്രികൂന നജസുൻ. ബഹുദൈവ ആരാധകർ എന്ന് പറയുന്നത് അവർ മാലിന്യം മാത്രമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം പറയുന്നു, ഫവജബ അല്ലാ യകൂന അഹദും മിൻ അജ്ദാദിഹി മുശ്രികൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജ്ദാദിൽ നിന്ന്, അവിടുത്തെ പരമ്പരയിൽ നിന്ന്, വാപ്പമാരുടെ പരമ്പരയിൽ നിന്ന് ഒരാൾ പോലും ബഹുദൈവ ആരാധകർ ആവാതിരിക്കൽ നിർബന്ധമാണ്. ഈ ഒരു ഹദീസിനെയും അല്ലാഹു തആലയുടെ ഈ ഒരു ഖുർആനിക വാക്യവും മുൻനിർത്തിക്കൊണ്ട്. എന്നാൽ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ട് പലപ്പോഴായി പല ബിദ്അഈ കക്ഷികളും പുറപ്പെടുവിപ്പിക്കുന്ന ചില തെറ്റായ ധാരണകളുണ്ട്. ഇമാമുന നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ അവർ നരകത്തിലാണ് എന്ന് പറയുന്നു എന്ന് പലപ്പോഴുമായി ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ അതിനും കൃത്യമായ മറുപടി ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നതോടുകൂടെ അവിടെ നിന്ന് പറയുന്നു, നവവി ഇമാമിന് അങ്ങനെ ഒരു ആശയമില്ല. അതിലപ്പുറം നവവി ഇമാമിന്റെ ആശയം എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. വഖാല നവവി ഫീ ശർഹി മുസ്ലിമിൻ ഫീ മസ്അലതി അത്ഫാലിൽ മുശ്രികീൻ. ബഹുദൈവാരാധകരുടെ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുടെ മസ്അല, അതായത് അവർ മരിച്ചാൽ അവരുടെ കാര്യം എന്തായിരിക്കും എന്ന വിഷയത്തിൽ അവിടെ നിന്ന് പറയുന്നു, അൽ മദ്ഹബു സ്വഹീഹുൽ മുഖ്താർ അല്ലദീ സ്വറ ഇലൈഹിൽ മുഹഖ്ഖൂൻ അന്നഹും ഫിൽ ജന്ന. ഈ പറയുന്ന പ്രായപൂർത്തിയാകാതെ മരണപ്പെട്ട ഈ കുട്ടികൾ അവർ സ്വർഗത്തിലാണ് എന്ന് പറയുന്നത്. എന്തേ അതിനുള്ള തെളിവ് പിടിച്ചത്? എന്തേ അതിനുള്ള തെളിവ് പിടിച്ചത് വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അല്ലാഹു തആല അവന്റെ ദൂതരെത്തിക്കാതെ ആരെയും ശിക്ഷിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ ശേഷം അവിടെ നിന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്, വഇദാ കാന ലാ യുഅദ്ദബുൽ ബാലിഗു ലികൗനിഹി ലം തുബ്ലഗു ദഅവത് ഫഗൈറുഹു ഔലാ. അപ്പോ പ്രായപൂർത്തിയായ ഒരാളെ അല്ലാഹു തആല ശിക്ഷിക്കില്ല എങ്കിൽ പിന്നെ പ്രായപൂർത്തിയല്ലാത്തവരെ അല്ലാഹു തആല എന്തായാലും ശിക്ഷിക്കില്ലല്ലോ എന്ന്. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഒരു റസൂലിന്റെയും അള്ളാഹുവിന്റെ ഒരു ദൂതരുടെയും പ്രബോധനം എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടുന്ന് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് നവവി ഇമാം പറഞ്ഞ അതേ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. അപ്പോൾ നവവി ഇമാമിന്റെ ഈ ഒരു കൗലിൽ നിന്ന്, ഈ ഒരു മസ്അലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, നവവി ഇമാം പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ അവർ പരിപൂർണമായും സംരക്ഷിതരാണ്, അവർ സ്വർഗം പൂകിയവരാണ് എന്നാണ്. ഇതോടുകൂടി
സുയൂത്തി ഇമാം അവിടുത്തെ കിതാബുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബുഖാരി ഇമാമിന്റെ സ്വഹീഹിൽ നിന്നുള്ള ഒരു ഹദീസിനെ കൂട്ടിച്ചേർത്തി പറയുന്നു, قال رسول الله صلى الله عليه وسلم بعثت من خير قرون بني آدم قرنا فقرنا حتى بعثت من قرن الذي كنت فيه. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും പരിശുദ്ധമായ ഒരു കൂട്ടത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽ നിന്നോ അവിടുത്തെ കുടുംബ പരമ്പരയിൽ മുകളിലേക്ക് അങ്ങ് പോകുമ്പോൾ എവിടെയും യാതൊരു മുശ്രിക്കീങ്ങളും ഇല്ല എന്നത് വ്യക്തമാണ്. അത് തന്നെയാണല്ലോ അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, വതഖല്ലുബക ഫിസ്സാജിദീൻ. അവിടുത്തെ കുടുംബ പരമ്പര സുജൂദിൽ നിന്ന് സുജൂദിലേക്കാണെന്ന് പറയുന്നത്. സുജൂദ് എന്ന് പറയുമ്പോൾ തന്നെ അത് അഖ്റബു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുത്തവരാണ് എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പിതൃവ്യന്മാർ, അവർ പരിപൂർണമായും സ്വർഗത്തിൽ ആണ് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്ന് ഉണർത്തിക്കൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.